പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ്, ഒരു സ്ഫോടനാത്മകമായ പ്രതികരണം എന്ന് പറയാൻ കഴിയുന്ന. നേരത്തെ പലവിധ ഊഹാപോഹങ്ങളും കഥകളും ഒക്കെ അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ വന്നപ്പോൾ മുതൽ ഇവർക്ക് VIP പരിഗണന കിട്ടുന്നു എന്ന വാദങ്ങൾ ഒരുപാടുള്ളതാണ്. ഇപ്പൊ ഈ ശിക്ഷ ഇളവ് വന്നപ്പോൾ അത് വീണ്ടും സജീവമാവുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ്, ഒരു വെളിപ്പെടുത്തലാണ് വരുന്നത്. MS ലിഷോയുണ്ട്. ലിഷോയ്, ഇതിപ്പോൾ ഒരു ദിവസം നടന്ന സംഭവം അല്ലെങ്കിൽ അവർ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യം എന്ന നിലയിലല്ല ഇവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അവർ അവിടെ കണ്ടു, നിരന്തരമായി അവർ പരാതിപ്പെട്ടു, ഒരു തവണയല്ല നിരന്തരമായി അവർ പരാതിപ്പെട്ടു, വിവരാവകാശ പ്രകാരം പരാതിപ്പെട്ടു. സെൻകുമാർ അടക്കമുള്ള ഏറ്റവും ഉയർന്ന പോലീസുകാരോട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി അയച്ചു. അതായത് ഇത് കുറെ കാലമായി അവർ ഈ വിഷയത്തിന് പുറകെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ്. അല്ലാതെ ഒരു ആരോപണം എന്ന നിലയിൽ പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയുന്ന തരത്തിലല്ല അവർ കാര്യങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ച് പറയുന്നത്. ഇവർ എത്ര കാലം ഈ ഷെറിൻ കഴിഞ്ഞ് ജയിലിലുണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഈ പ്രതികരണത്തിനൊപ്പം നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയും? അതായത് ഇത് എല്ലാം തന്നെ അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിൻ കഴിഞ്ഞ സമയത്തുണ്ടായിരുന്നതാണ്. ഈ വിയ്യൂരിൽ കഴിഞ്ഞിരുന്ന ഈ സുനിത പിന്നീട് ഇവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് അട്ടക്കുളങ്ങര ജയിലിലേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ അവിടേക്ക് പോവുകയായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് അവിടെ ഈ കാരണവർ വധക്കേസ് പ്രതിയായ ഷെറിൻ അവിടെ കഴിഞ്ഞിരുന്നത്. ആ ഷെറിന് ലഭിച്ചിരുന്ന സൗകര്യങ്ങളെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളും അതിനോടൊപ്പം തന്നെ വഴിവിട്ട സഹായങ്ങളെക്കുറിച്ചും എല്ലാമാണ് ഇപ്പോൾ സുനിത വെളിപ്പെടുത്തുന്നത്. അന്ന് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, അതിനോടൊപ്പം തന്നെ യാതൊരു വിധത്തിലും ഒരു ജയിലിൽ എന്ന പോലെ അല്ല, ഒരു ഹോട്ടൽ റൂമിൽ എന്ന പോലെ അവിടെ കഴിയുന്നു. അതിനോടൊപ്പം തന്നെ അവർക്ക് ലഭിക്കേണ്ട ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ അതൊക്കെ തന്നെ മറ്റ് തടവുകാരെ പോലെയല്ല, അവർക്ക് സ്വന്തം നിലയ്ക്ക് അവർ തന്നെ സംഘടിപ്പിക്കുന്നവയും പുറത്തു നിന്ന് എത്തിക്കുന്നവയും ജയിൽ ജീവനക്കാർ തന്നെ നൽകുന്നതും എല്ലാം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് സുനിത പറയുന്നത്. ഇതിനെതിരെ അവർ പലതവണ പരാതി പറഞ്ഞു, പലതവണ പരാതി രേഖാമൂലം തന്നെ അന്നത്തെ DGP ആയിരുന്ന സെൻകുമാറിന് ഉൾപ്പെടെ നൽകിയിരുന്നു. പക്ഷേ എന്നിട്ട് പോലും യാതൊരു വിധത്തിലും നടപടി എടുത്തില്ല എന്നുള്ളത് ഷെറിന് എത്രത്തോളം സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. അന്നത്തെ ജയിൽ DIG ആയിരുന്ന പ്രദീപിന് വഴിവിട്ട ബന്ധം ഷെറിനുമായി ഉണ്ടായിരുന്നു എന്നുള്ളൊരു വലിയ ഗുരുതരമായ ആരോപണമാണ് അവർ സുനിത ഉന്നയിക്കുന്നത്. അതായത് രാത്രി ഈ സാധാരണഗതിയിൽ ഇവരുടെ സമയക്രമം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ ഷെറിനെ പലപ്പോഴും അവിടെ നിന്ന് ജയിലിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുപോവുകയും ഒരുപാട് സമയം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് തിരികെ ജയിലിലേക്ക് എത്തിക്കുകയുമാണ് ഉണ്ടായതെന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ സുനിത പറയുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേഖാമൂലം തന്നെ പരാതിയും നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിരവധിയായ സാധാരണക്കാരായ, അതായത് കുറ്റവാളികൾ തന്നെയാണ്, പക്ഷേ സാധാരണക്കാരായ ഇത്തരത്തിൽ സ്വാധീനമൊന്നുമില്ലാത്ത ആളുകൾ ജയിലിൽ കഴിയുന്നുണ്ട്. അവർക്കൊന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ അവർക്കൊന്നും തന്നെ ലഭിക്കാത്ത തരത്തിലുള്ള സഹായം ഷെറിന് ലഭിക്കുന്നു. ഷെറിന് വഴിവിട്ട ബന്ധങ്ങൾ ഉള്ളതിനാൽ തന്നെ അത്തരത്തിലുള്ള സഹായങ്ങൾ ഉപയോഗിച്ച് അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അതേസമയം തന്നെ 20 വർഷത്തോളം 19 വർഷത്തോളം ഒക്കെയായി രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആളുകൾ ഉൾപ്പെടെ, വനിതകൾ ഉൾപ്പെടെ അത്തരത്തിൽ അട്ടക്കുളങ്ങര ജയിലിൽ ഉൾപ്പെടെ കഴിയുന്നുണ്ട്. അവർക്കൊന്നും തന്നെ ഈ ഒരു സഹായം ലഭ്യമാകുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇളവ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഷെറിന് ഈ ശിക്ഷാ ഇളവ് നൽകരുത് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ആവശ്യം. അഥവാ ഷെറിന് ശിക്ഷാ ഇളവ് നൽകുകയാണെങ്കിൽ സമാനമായ രീതിയിൽ അവിടെ വർഷങ്ങളായി കിടക്കുന്നവർക്കും അങ്ങനെ ശിക്ഷാ ഇളവ് നൽകണം. പക്ഷേ ഇത് ഒരുപാട് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ഷെറിൻ അവിടെ കഴിയുകയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ശിക്ഷാ ഇളവ് നൽകുക? അത് എത്രത്തോളം ഷെറിന് സ്വാധീനമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് അത്. ഈ മൊബൈൽ ഫോൺ പരിശോധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ വിളിച്ച നമ്പർ ഉൾപ്പെടെയാണ് പരാതി നൽകിയത്. ആരെയൊക്കെ വിളിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോൾ അവർക്കത് ഓർമ്മയുണ്ടോ? അവർ അതേക്കുറിച്ച് പറയുന്നുണ്ടോ? നമ്പറുകൾ ഉൾപ്പെടെയുള്ളവ അവർ ശേഖരിക്കുകയും അങ്ങനെ ആ നമ്പറുകൾ ഉൾപ്പെടെയുള്ളവ വെച്ചുകൊണ്ടാണ് DIGക്കും അതിനോടൊപ്പം തന്നെ സൂപ്രണ്ടിനും പലതവണ പരാതി, അന്നത്തെ അട്ടക്കുളങ്ങര ജയിൽ സൂപ്രണ്ടിനും പരാതി നൽകിയിരുന്നു. ഒടുവിൽ ഈ പരാതിയെല്ലാം തന്നെ ആ ഒരു ഘട്ടത്തിൽ പുറത്തു വന്ന സമയത്താണ് പിന്നീട് സെൻകുമാർ ഇതിൽ ഒരു ഇടപെടൽ നടത്തുന്നതും 2 ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം നടപടിയെടുക്കുന്നത്. ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ, അന്നത്തെ അട്ടക്കുളങ്ങര ജയിലിലുണ്ടായിരുന്ന 2 പേരെ ഈ ഒരു നടപടിയുടെ, ഈ ഒരു സംഭവത്തിൻ്റെ പേരിനു മാത്രം അവിടെ നിന്ന് സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത്. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. ഈ വിളിച്ച ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് അടുത്ത ബന്ധമുള്ള ആളുകൾ ആയിരിക്കാം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത് ആരുടെ എല്ലാം നമ്പറുകളാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി വ്യക്തതയില്ല. പക്ഷേ ജയിലിൽ കിടന്നുകൊണ്ട് അങ്ങനെ ഒരു പരാതി നൽകിയതിൽ
പിന്നീട് ആര് സഹായിച്ചിട്ടാണ് ഇങ്ങനെ പരാതി നൽകിയത് എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നത്. അതായത് സുനിതയ്ക്ക് എങ്ങനെയാണ് ജയിലിൽ നിന്ന് ഇങ്ങനെ ഒരു പരാതി നൽകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പിന്നീട് നടന്ന അന്വേഷണം. അല്ലാതെ അവർ നൽകിയ പരാതിയുടെ മെറിറ്റ് എന്ത് എന്നുള്ളതായിരുന്നില്ല അന്ന് അന്വേഷണം ഉണ്ടായിരുന്നത്. ഒടുവിൽ ഇതെല്ലാം വിവാദമായ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഇത് സംബന്ധിച്ചൊരു പ്രാഥമികമായ അന്വേഷണം എന്നുള്ള രീതിക്ക് 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത്. ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അന്ന് നടപടി ഉണ്ടായിരുന്നത്. പക്ഷേ യാതൊരു വിധത്തിലും പിന്നീട് അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല. മാത്രമല്ല അട്ടക്കുളങ്ങര ജയിലിലുണ്ടായിരുന്ന മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഒന്നും തന്നെ അവിടെ നടപടി ഉണ്ടായില്ല. 2 പേർക്ക് മാത്രം എതിരെ നടപടിയെടുത്ത് ആ ഒരു നടപടിയിൽ നിന്ന്, അല്ലെങ്കിൽ വലിയ തലത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടിയിൽ നിന്ന് പലരെയും രക്ഷിക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നാണ് ഈ സുനിത പറയുന്നത്. ശരി ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. സുനിത എന്ന സഹതടവുകാരിയുടെ വെളിപ്പെടുത്തലുകളാണ് നമ്മൾ കണ്ടത്. അവസാനം അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗീതാകുമാരി എന്ന മറ്റു പേര് പറഞ്ഞു, 19 വർഷമായി ജയിലിൽ കിടക്കേണ്ട അവർക്ക് 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെയുള്ളവർക്ക് പോലും, അതായത് പൂർണ്ണമായും ഈ നല്ല നടപ്പ് എന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പാലിച്ച് കഴിയുന്നവർക്ക് പോലും ഒരു ഇളവും കൊടുക്കാത്ത പശ്ചാത്തലത്തിലാണ് എല്ലാവിധ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരാൾക്ക് ശിക്ഷ ഇളവ് നൽകി. അപ്പോൾ ആരൊക്കെയാണ് ഇടപെട്ടത്? ആരൊക്കെയാണ് അടുത്ത ബന്ധമുള്ള VIP-കൾ? ഇവർക്ക് VIP പരിഗണന ലഭിക്കണമെങ്കിൽ VIP-കളായ ആളുകൾ വിചാരിക്കണം അവർക്ക് ബന്ധമുണ്ടാവണം. അപ്പോൾ പലവിധ സംശയങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്നത്.